റെനോവേഷന് തീരുമാനിച്ചപ്പോഴേ ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തതാണ് ഈ ചെതലിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന്. ഇതായിരുന്നു വിസിറ്റിംഗ് റൂമിൻ്റെയും ഹാളിലെയും ലുക്ക്. ഞാൻ പറഞ്ഞിരുന്നല്ലോ 13 വർഷം മുമ്പ് വെച്ച വീടാണെന്ന്. അതിനുശേഷം ഈ ഏരിയയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ നമുക്ക് കർട്ടൻ്റെ കളറും സെറ്റിയുടെ കളറും ഒന്ന് മാറ്റാം, പെയിൻറ്റും അടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക്. സെറ്റിയുടെയും ടി വിയുടെയും എല്ലാം പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. ടി വി ഈ സൈഡിലേക്ക് വെച്ചു. ഫുള്ളായിട്ട് വൈറ്റ് ആക്കണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ തുടങ്ങിയിരുന്നത്. ഡൈനിങ് ടേബിളെങ്കിൽ മസ്റ്റായിട്ട് എനിക്ക് വൈറ്റ് വേണമായിരുന്നു. പിന്നെ ക്രോക്കറി ഷെൽഫ് പിന്നെ ആദ്യം മുതലേ ചെയ്തു. ഒരുപാട് സെറ്റുകൾ ഞാൻ നോക്കിയെങ്കിലും എനിക്ക് എൻ്റെ സെറ്റ് ഭയങ്കര കംഫർട്ടായിരുന്നതുകൊണ്ട് ഇതിനൊരുപാട് മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് ഞാൻ റിനോവേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ടീപ്പോ പിന്നെ ഞാൻ കാർപ്പൻറ്ററെ കൊണ്ട് ചെയ്യിച്ചിട്ട് റെക്സിൻ കൊണ്ട് കവർ ചെയ്തെടുത്താണ് ഇതിന് മാച്ചായിട്ട്. പിന്നെ ഈ ക്ലോക്കിൻ്റെ ഫ്ലവർ എല്ലാം വേറെ കളറായിരുന്നു. അത് ഞാൻ ഗോൾഡൻ കളർ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. സ്റ്റെയറിൻ്റെ താഴെ ഞാനിങ്ങനെ കവർ ചെയ്ത് ഇവിടെ ഒരു ഡോറും കൊടുത്തു, ഇൻവെർട്ടർ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. സെറ്റ് വൈറ്റ് കളറാക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞാനത് റെനോവേഷൻ കൊടുത്തപ്പോഴേ വൈറ്റ് കളറാണ് പറഞ്ഞിരുന്നത്. പിന്നെ പുള്ളി പറഞ്ഞു അവിടുന്ന് ചെയ്ത് വരുമ്പോഴത്തേക്കേ അഴുക്കാവും, വൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ കളർ മാറ്റിയതാണ്. ഇവിടെ ഓൾറെഡി ഒരു ഷൂറാക്ക് ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അത് പൊളിച്ച് അതിൻ്റെ ഡോറ് മാറ്റാൻ നോക്കിയപ്പോൾ മൊത്തത്തിൽ ദ്രവിച്ചൊക്കെയായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് ചെയ്തു. ഇവിടെ തന്നെ മൊമെൻറ്റോസ് വെച്ചു, ഇവിടെ ഒരു കീ ഹോൾഡറും വെച്ചു. പിന്നെ ഈ ക്രോക്കറി ഷെൽഫിൻ്റെ അകത്ത് ഞാൻ മിറർ ഒട്ടിച്ചിട്ട് പ്രൊഫൈൽ ലൈറ്റും സീലിങ്ങിൽ 2 ലൈറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. മിറർ വെച്ച് കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം വെക്കുമ്പോൾ തന്നെ അങ്ങനെ ഡബിളായിട്ട് കാണാൻ പറ്റും. ശരിക്കും മിറർ ഇട്ടത് യൂസ് ആവണമെങ്കിൽ വൈറ്റ് ഗ്ലാസ് ഇട്ടാലേ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് ഈ കളർ വേണമായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഈ കളറാണിത് ശരിക്കും. പിന്നെ ഇതാണ് ഡൈനിങ് ടേബിള്. ഇതിൻ്റെ ടേബിൾ ടോപ്പ് നാനോ വൈറ്റ് ആണ്. പിന്നെ വാഷ് ബേസും മിററെല്ലാം ചേഞ്ച് ചെയ്തു. ഞാനിതൊരു ഡീറ്റെയിലിംഗ് വീഡിയോ ആയത് കാരണമാണ് എല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നത്. പിന്നെ ഞാൻ കിച്ചൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ വീഡിയോയിൽ എന്നോട് ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു ഇവിടുത്തെ ഡ്രോയ്ക്ക് എന്തിനാണ് നെറ്റ് കൊടുത്തിട്ടുള്ളത് എന്ന്. അതെന്തിനാണെന്ന് പറഞ്ഞത്, ഈ നെറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, സവോള ഉള്ളിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു എയർ വെൻറ്റിലേഷൻ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇതെല്ലാം എൻ്റെ വീട്ടിലുണ്ടായ സപ്പോർട്ടിങ് മാങ്ങിയൊക്കെയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിലും സ്റ്റോർ റൂമിലും 2-3 ടാൻഡം ബോക്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അല്ലേ, ഫുള്ളായിട്ട് കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും. ഓവൻ്റെ മുകളിലുള്ളത് എന്താണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അത് കേട്ടോ. ഈ കോർണർ ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സൈസ് ഡോറാണ് വെച്ചത്. ബാക്കിയെല്ലാം നോർമൽ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ തട്ടുകളും സാധനങ്ങളൊക്കെയാണുള്ളത്. എന്നെപ്പോലെ ഡിസൈനേഴ്സ് ഒന്നും ഇല്ലാതെ വീട് വെക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കണം കേട്ടോ.